Hey guys, welcome back to our channel. So welcome back to another movie review ആണ് സുഹൃത്തുക്കളെ. സോ വാഴ 2 മൂവി അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. വാഴ 2 മൂവി, വാഴ 1 എന്താ പറയുക, എൻ്റെ ആ സമയത്ത്, അതായത് 2024 എൻ്റെ വൺ ഓഫ് ദ ഒരു ഫേവറേറ്റ് മൂവി എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു മൂവിയായിരുന്നു സുഹൃത്തുക്കളെ വാഴ. അതായത് വാഴ ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ് എന്നാണ്. സോ കമ്മിങ് ടു ദിസ് മൂവി എന്ന് പറയുമ്പോൾ വാഴ 2 ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ് എന്നാണ്. സോ വാഴ 2 സുഹൃത്തുക്കളെ, അപ്പം പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് സവിൻ എസ് എന്ന് പറയുന്ന ആളാണ്. സോ പടം റൈറ്റ് ചെയ്തേക്കുന്നത് ദ സെയിം റൈറ്റർ വിപിൻ ദാസ് ആണ്. പടത്തിന്റെ സ്റ്റാർ കാസ്റ്റിലേക്ക് വരുവാണെങ്കിൽ ഹാഷിറാൻ ടീം, ഓ യാ മോനെ, ഒന്നും പറയില്ല, പൊളിച്ചെന്ന് പറഞ്ഞാൽ പൊളിച്ച്. ഹാഷിറാൻ ടീം സി ഗൈസ്, അപ്പം നമ്മൾ ഈ ഇൻസ്റ്റയിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിൽ നോർമലി കണ്ടന്റ് ചെയ്യുന്ന പല ആൾക്കാരും പല മൂവീസിൽ ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എല്ലാവരെയും ചില കോമഡി റോൾസ്, അല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു ക്യാമിയോ റോൾസ്, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കുഞ്ഞു റോൾസ് ആയിരിക്കുമല്ലോ കൊടുക്കുന്നത്. ബട്ട് ഈ പടത്തിലേക്ക് വരുമ്പോൾ സവിൻ ആൻഡ് വിപിൻ ദാസ്, ഇവർ രണ്ടുപേരും കൂടെ ഹാഷിറിനെയും ടീമിന്, അതായത് ഇവർ മെയിനായിട്ടുള്ള 4 പേര്, ആ 4 പേരെ മെയിൻ ലീഡ് റോളിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കൊണ്ടുവന്നത് ഒട്ടും ഒരു മോശമായ, അല്ലെങ്കിൽ അവർക്ക് കേപ്പബിൾ അല്ലാത്തൊരു കാര്യമാണ് അവരെ കൊടുത്തത് അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ചത് എന്നും നമുക്ക് ഒരിടം പോലും തോന്നാത്ത രീതിക്ക് സെറ്റായിട്ട് എല്ലാവരും ചെയ്ത് വെച്ചിട്ടുണ്ട്. സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വാഴ 2. ആക്ച്വലി കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ ഇപ്പം വാഴ 1 എന്നുള്ളത് ഒന്ന് താന്നിട്ട് വാഴ 2 ആണ് ഇപ്പം ഇച്ചിരി കയറി നിൽക്കുന്നത്. കാരണം സെയിം പ്ലോട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ ആണെങ്കിൽ, ഐ മീൻ ജോണർ ഞാൻ പറയുന്നത്, ആ ഒരു ചെറിയ ജോണർ, അതായത് അലമ്പായിട്ട് നടന്നിട്ട് പിന്നെ കുറച്ച് മെച്യൂരിറ്റി വരുന്നതും നമുക്ക് ബോധം വിവരം വരുന്ന ആ ഒരു സാധനമാണല്ലോ കാണിക്കുന്നത്. ബട്ട് ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന കുറേ അധികം കാര്യങ്ങളുമായിട്ട് ഭയങ്കര കണക്ഷനാണ്. എക്സ്പെഷ്യലി ഫോർ ബോയ്സ്, എന്താ പറയുക, അവരുടെ ലൈഫായിട്ട് കണക്റ്റ് ആവുന്ന കാര്യങ്ങളാണല്ലോ 2 പടത്തിലും കാണിക്കുന്നത്. ബട്ട് ഈ പടത്തിലേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ബോയ്സ് അല്ലെന്നുണ്ടെങ്കിൽ ആൺപിള്ളേർ കുറച്ചധികം ഫേസ് ചെയ്യുന്ന കുറേ അധികം കാര്യങ്ങൾ അവരുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഫാമിലി ലൈഫിലാണെങ്കിലും സ്കൂൾ ലൈഫിലാണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഇടയ്ക്കാണെങ്കിലും ഒക്കെ ഒരു ഫേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരുടെ എന്നറിയാവോ? എനിക്ക് ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദ ബെസ്റ്റ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഫോൺസ് പുത്രൻ്റെ ഒരു സീനുണ്ട്. എൻ്റെ മോനെ, പുള്ളിക്കാരൻ പോലീസുകാരനായിട്ടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി ട്രെയിലർ കണ്ടപ്പോൾ പറഞ്ഞതാണ്. പുള്ളിക്കാരൻ്റെ ഒരു എജാതി സീനുണ്ട് ഇതിനകത്ത്. അതായത് പ്രേമം ഒരു കുഴപ്പമാണോ എന്ന് ചോദിച്ചപ്പോൾ തൊട്ട് ഒരു നെടുനീള സാധനമുണ്ട്. എൻ്റെ മോനെ, ചില ആളുകൾക്ക് കൊള്ളേണ്ട സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്, പക്ഷെ അത് കൊള്ളേണ്ടവർക്ക് കൊള്ളേണ്ടതുപോലെ കൊള്ളുകയും ചെയ്യും. പക്ഷെ അവരത് ഒരു ഫൺ ഫാക്റ്റിൽ തന്നെ അത് പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. എജാതി സാധനം, അതായത് യുനോ ഈ ഒരു മതത്തിനെ പറ്റിയൊക്കെ ഉള്ള കുറച്ചധികം കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ബട്ട് അതൊരു ഫൺ ഫാക്റ്റ് തന്നെ അവരത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ കൊള്ളേണ്ടവർക്ക് നല്ല കൃത്യമായിട്ട് കൊള്ളുകയും ചെയ്യും. എനിക്ക് ഓവറോൾ പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പടം ഇത് ഒരു കത്തിൽ കത്തുന്നതായിരിക്കും സുഹൃത്തുക്കളെ. എല്ലാവരുടെ പെർഫോമൻസ് ഒരാളെ പോലും നമുക്ക് എടുത്തു പറയത്തക്ക രീതിക്കല്ല, എല്ലാവരും എടുത്തു പറയണം. അതായത് ഇന്ന ആൾ പോരാ, ഇന്ന ആൾ ബെറ്റർ ആണ്, ഇന്ന ആൾ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ആകാം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും നല്ല വെടിച്ചിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് വാഴ 1ൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുമ്പം എനിക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല. കാരണം ആ ഒരു എൻഡിങ് എനിക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് സുഖമായിട്ട് തോന്നില്ല. പക്ഷേ കമ്മിങ് ടു ദിസ് മൂവി, ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് ആ എൻഡിങ് ഒക്കെ തന്നെ സീൻ സാധനമാണ്. സീരിയസ്ലി ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഷോട്ട് കാണിക്കുക തന്നെ ഒരു വാഴ വെച്ചുകൊണ്ടാണ്. സോ അവിടുന്നാണ് തുടങ്ങുന്നത്. അവിടുന്ന് തുടങ്ങി ഇവരുടെ കുട്ടിക്കാലം, പിന്നെ ഇവർ വളരുന്നത്, ഓരോ ഘട്ടങ്ങളും, ഓരോരുത്തരും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ, എന്തുകൊണ്ടാണ് പിള്ളേർ വഴിതെറ്റുന്നത്, അല്ലെങ്കിൽ എന്താണ് കാരണം, അല്ലെങ്കിൽ എവിടുന്നാണ് ഇവർക്ക് ഇതൊക്കെ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ കുറച്ച് സബ്സ്റ്റൻസസ്, കുറച്ച് സാധനങ്ങൾ ഇവരുടെ ലൈഫിലോട്ട് എങ്ങനെയൊക്കെ വരുന്നു, അല്ലെങ്കിൽ എവിടുന്ന് വരുന്നു എന്നൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നതും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് പിള്ളേരുടെ ലൈഫ് വഴിതെറ്റുന്നത് എന്ന് ഫാമിലിക്ക്, ഐ മീൻ വീട്ടുകാർക്ക് കുറച്ചുകൂടെ ഒന്ന് കൺവിൻസ് ആകുന്ന രീതിക്ക്, ബോധ്യപ്പെടുന്ന രീതിക്ക് കുറേ സാധനങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. സോ ഇനിയെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് ചിലവരൊക്കെ നന്നായെന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഈ അബ്രോഡ് പോകുന്നവരുണ്ടല്ലോ, ഐ മീൻ ഇപ്പോൾ UK ആയിക്കോട്ടെ, കാനഡ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ ഗൾഫിൽ പോലും പോകുന്നവർ എന്തുകൊണ്ട് ഇഷ്ടമില്ലെങ്കിൽ പോലും പോകുന്നു എന്നുള്ളതൊക്കെ ഇവർ അതിനകത്ത് പറയാതെ പറഞ്ഞു പോകുന്നുണ്ട്. ഇൻ കേസ് പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണുക. അവിടുത്തെ അവസ്ഥകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. ഇവ എന്നാലും ഒന്ന് കണ്ടിരിക്കുക. ചിലപ്പോൾ ഇതുപോലെയൊക്കെ ആയാലും ചിലപ്പോൾ അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒന്ന് പ്രിപ്പയർ ആയിട്ട് ചില പോവുക.
ഓവറോൾ പടം ഭയങ്കര രസമാണ്, ഭയങ്കര രസം. എനിക്ക് എല്ലാവരുടെ പെർഫോമൻസും ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ ക്യാമിയോസ് ഉണ്ട്, പഴയ പടത്തിനകത്തുള്ള ക്യാമിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ്സ് നൈസ്. അവിടെ ഇവിടെയൊക്കെ നൈസായിട്ടുള്ള പ്ലേസിങ് വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ നല്ലൊരു ക്യാമിയോ വരുന്നുണ്ട്. ആ ക്യാമിയോ അന്യായ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു എൻഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ പടത്തിൻ്റെ ലാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്ടറിൻ്റെ പേര് എഴുതി കാണിച്ചിട്ടും ഒരാൾ പോലും സീറ്റ് എഴുതിയിട്ടില്ല. കാരണം നോ എന്തെങ്കിലും ഒരു സാധനം ഇതിൻ്റെ ലാസ്റ്റ് കാണും, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും പടം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ലീഡ് കാണും എന്നുള്ളതൊക്കെ അറിയാവുന്നത് കൊണ്ടും, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒന്ന് തരും എന്നുള്ള പ്രതീക്ഷ കൊണ്ടായിരിക്കാം ഒരാൾ പോലും എഴുന്നേറ്റില്ല. ലാസ്റ്റ് കുറച്ച് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാവരും എഴുതുന്നത്. നോർമലി ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഡയറക്ടറിൻ്റെ പേര് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവിടുന്ന് പോകുന്നതാണ്. ബട്ട് ഇതുപോലുള്ള പടം തരുന്ന ആൾക്കാരൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിരിക്കും. സോ അതിനുള്ള സാധനങ്ങളൊക്കെ ലാസ്റ്റിലുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ അതുപോലെ കുഡോസ് മീഡിയയ്ക്ക് അമീൻ ആൻഡ് ടീം അവരുടെ പെർഫോമൻസ് നൈസാണ്. അവർക്കും ഒരു 2-3 സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല നൈസ് സീനാണ്. അതിനകത്ത് ഇവര് തിയേറ്ററിൽ വെച്ച് ഒരു പോലീസുകാരനെ താറ്റുന്ന ഒരു സീനുണ്ട്. എൻ്റെ മോനെ, അത് വിറ്റാത്. അതിനകത്ത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ അപ്പോൾ നിങ്ങൾ എന്തായാലും കാണാം. പിന്നെ അതുപോലെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ ക്യാമിയോസ് വരുന്നതിന് മുമ്പാണെങ്കിൽ പോലും അമീൻ ആൻഡ് ടീമിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പപ്പടത്തല്ലുണ്ട് ഇതിനകത്ത്, നോട്ട് ദ പോയിന്റ്. പപ്പടത്തല്ലുണ്ട് ഇതിനകത്ത്. പപ്പടത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന അടിയും കാര്യങ്ങളൊക്കെ ഇൻസ്പയർ ആയിട്ട് അതുപോലെ ഒരു സീൻ അതിനകത്ത് അവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ നൈസ് പെർഫോമൻസ് ആണ്, നൈസ് പടമാണ്. വാഴ 3 ഇനി ഉണ്ടാകുമോ ഇല്ലയോ വി ഡോണ്ട് നോ. ബട്ട് എനിവേ വാഴ എന്നുള്ളൊരു പേരിട്ടുണ്ട്. 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ ഓരോ കാലത്തിനനുസരിച്ചും ഓരോ രീതിക്ക് ഉണ്ടാക്കാവുന്ന ഒരു സ്റ്റോറീസ് ഉണ്ട് ഗൈസ്. അന്നത്തെ കാലത്ത് ആ ഒരു സംഭവമായിരുന്നു വേണ്ടിയിരുന്നത്. അതായത് ഈ എന്താ പറയുക, ഫാമിലീസിന് അണ്ടർസ്റ്റാൻഡിങ്, അതായത് പിള്ളേർക്കും ഫാമിലീസിനുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ അന്ന സമയത്ത് വേണ്ടിയിരുന്നത്. ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ലൈഫ് അവരായിട്ട് തന്നെ സ്വന്തമായിട്ട് തിരുത്തി നേരെയാകണം, അല്ലെങ്കിൽ അവർക്കായിട്ട് ചില ഉൾവിളികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം, അങ്ങനെയുള്ള സംഭവമില്ല. അതിപ്പോഴത്തെ കുറച്ച് കാലഘട്ടത്തിൽ ആവശ്യമുള്ളതായിട്ടുള്ള സാധനമാണ്. ദെൻ ഇനി ഫ്യൂച്ചറിലാണെങ്കിൽ പോലും ഇതുപോലെ വാഴ 3, വാഴ 4, വാഴ 5 ഒക്കെ വരുവാണെങ്കിൽ പോലും ആ സമയത്ത് അനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു മെയിൻ പ്ലോട്ടാണ് സുഹൃത്തുക്കളെ ഈ വാഴ എന്നുള്ള ആ ഒരു ഇത്. സോ ലെറ്റ്സ് സീ. വാഴ 3, 4, 5 ഒക്കെ വരുമായിരിക്കാം. എനിവേ യെസ് ഗൈസ്, അപ്പോൾ അതാണ് വാഴ 2 ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ് എന്ന് പറയുന്ന പടത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊന്നും എന്താ പറയുക മൈൻഡ് വെക്കണ്ട, നൈസായിട്ട് പോവുക, നൈസായിട്ട് എൻജോയ് ചെയ്യുക, അങ്ങനെ പോപ്കോണൊക്കെ കഴിച്ചുകൊണ്ട് ചില്ലായിട്ടിരിക്കുക. ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് കോമഡിയും കാര്യങ്ങളൊക്കെയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇവരുടെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ കയറി വരുന്നത്. സോ കുറച്ചധികം ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ നല്ല രീതിക്കുള്ളൊരു പടമാണ്. സോ എന്തായാലും എല്ലാവരും പോയി കാണുക. സോ യെസ് ഗൈസ്, മാത്രമേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.